ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയൊരു യാത്ര പോവുകയാണ്. ഇപ്പം ബാംഗ്ലൂരാണുള്ളത്. മധുഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടും അതുപോലെ പോകുന്ന വഴിക്കൊക്കെ പറഞ്ഞുതരാം. രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ജിത്തു, അഖില്. അവിടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ദൂരം വന്നത് ബാംഗ്ലൂർ, മുംബൈ, പൂനെ നാഷണൽ ഹൈവേയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ഒരു ഡൈവേർഷൻ ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു ബോർഡുണ്ട്, മധുഗിരി ഫോർട്ട് 55 കിലോമീറ്റർ, ദേവരായണ ദുർഗ 22 കിലോമീറ്റർ, വിജയനഗര 54 കിലോമീറ്റർ. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ഡൈവേർഷൻ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. മധുഗിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നത് ശരിക്കും മധുഗിരി ടൗണിലുള്ള ആ കാണുന്ന സംഭവം അത് ട്രെക്ക് ചെയ്യാനാണ് ശരിക്കും വന്നത്. അതാണ് മധുഗിരി ഫോർട്ട്, മധുഗിരി വേട്ട, മധുഗിരി ഹില്ല് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതിൻ്റെ പ്രത്യേകത ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മോണോലിത്താണ്. മോണോലിത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പാറ, സ്തൂപെന്നൊക്കെ പറയും. ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ട് അത് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 1.5-2 മണിക്കൂർ എടുക്കും. ഇനിയിപ്പം മധുഗിരി ടൗണിൽ ചെന്നിട്ട് അടുത്ത് തന്നെയാണ് ട്രെക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മധുഗിരി ടൗണായി. ഇനി ഈ കാണുന്നതൊക്കെ ഫുള്ള് നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം കണ്ടത് കൃഷി സ്ഥലങ്ങളാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു അവധി ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റോഡിൻ്റെ 2 സൈഡും നല്ല അടിപൊളി കൃഷി സ്ഥലങ്ങൾ. വാളംപുളി, മാങ്ങ, തെങ്ങ്, കമുങ്ങ്, വാഴ, എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതായത് ആ സിറ്റിയിലുള്ളവർ ബോറിങ് മാറിക്കിട്ടും. വെറും 107-110 കിലോമീറ്ററേ ഉള്ളൂ. ഫാമിലിയായിട്ട് നിൽക്കുവാണെങ്കിൽ കാറൊക്കെ എടുത്ത്, സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ കാർ എടുത്ത് വരാം. അതുപോലെ റെൻറ്റിന് വണ്ടി എടുത്ത് വരാം. പിന്നെ ബൈക്കിനൊക്കെ നല്ലൊരു റൈഡുമാണ് ഇങ്ങോട്ട് വരുന്നത്. അടിപൊളിയാണ്. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇവിടെ എത്തും ശരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ബോറിംഗ് ഇല്ല. അപ്പുറം നല്ല നല്ല കൃഷി സ്ഥലങ്ങൾ, അതാണ്. അപ്പം നമ്മൾ ടൗണിലേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കയറാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ മധുഗിരി ഫോർട്ടിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. സമയം 8:30ആയി. അപ്പോൾ ട്രെക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ റൂമിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന്, അതായത് 5 മണിക്ക് അവിടെ നിന്ന് വിട്ടതാണ്. ഇപ്പോൾ സമയം 8:30ആയി, 3.5 മണിക്കൂർ. ശരിക്കും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറത്തെ ഡ്രൈവേ ഇങ്ങോട്ടുള്ളൂ. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാനൊക്കെ നിർത്തി, പിന്നെ കുറേ കാഴ്ചകൾ കാണാനൊക്കെ നിർത്തി. അങ്ങനെയാണ് ഇത്രയും സമയം എടുത്തത്. ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമുക്കിത് കയറാം. കയറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം.
ഹായ്, നമ്മൾ ട്രെക്കിങ് തുടങ്ങി. ഇപ്പം 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി എത്താൻ പറ്റുക. ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 350 വർഷമാണ്. 1670-ലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അതായത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു നിർമ്മിതിയാണ് ശരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് കയറി ഇപ്പം 4ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ നടന്നു വന്ന വഴി. നല്ല സ്ലോപ്പിലാണ്. ഇങ്ങോട്ട് കയറി ട്രെക്ക് ചെയ്യാനായിട്ട് വരുന്നതെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂവും നല്ല ചെരുപ്പൊക്കെ ഇട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിന്നെ നല്ല കാറ്റുണ്ട്. കയ്യിലുള്ള സാധനങ്ങളൊക്കെ മുറുക്കെ പിടിച്ച് ഡേഞ്ചർ അവസ്ഥയിലാണ്. വരുന്നവരുണ്ട്, ഇത് പിടിച്ച് കയറുമ്പോൾ സൂക്ഷിക്കുക. കുറേയൊക്കെ ഇളകി പറഞ്ഞ് കിടക്കുന്നുണ്ട്. പരമാവധി പാറയിലേക്ക് ചാഞ്ഞ് നിന്നിട്ട് വേണം ഇത്. അഞ്ചാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 5ാമത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പിടിച്ചു കയറാനും ഒന്നും സംഭവമൊന്നുമില്ല. ഈ കാണുന്ന പാറയിൽ തന്നെ, ഈ സ്ലോപ്പിയായിട്ടുള്ള പാറയിൽ തന്നെ വേണം നടന്നു കയറാൻ. മഴയുള്ളപ്പം ഡേഞ്ചർ ആയിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് മഴയൊന്നുമില്ല. ഇപ്പം നമ്മൾ 6ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വഴികളൊന്നും മനസ്സിലാവില്ല കേട്ടോ. അതിന് ഇവിടെ ഒരു അടയാളമുണ്ട്, ഇങ്ങനെ ആരോ മാർക്കുണ്ട്. പാറയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ആരോ മാർക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാം. ഇങ്ങനെ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വഴി കണ്ടുപിടിച്ച് നമുക്ക് കയറി ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇതുണ്ടോ, പാറകളിൽ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും കറക്റ്റ്. ഇത് നല്ലൊരു കാര്യമാണ്. നല്ല വഴി അന്വേഷിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കയറി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മടുപ്പുണ്ട് കേട്ടോ. 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ വൺ സൈഡ് ഉള്ളൂ. അത്രയും സ്ലോപ്പാണ്.
രജീഷ് കയറി വരുന്നുണ്ട്. രജീഷേ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വഴിയൊന്നും മനസ്സിലാവില്ല കേട്ടോ. ആരോമാർക്ക് എവിടെയൊക്കെ കാണുന്നുണ്ടോ ആരോമാർക്ക് അനുസരിച്ച് മാത്രം മുന്നോട്ട് കയറുക. അപ്പം മധുഗിരി ഫോർട്ട് ഞങ്ങൾ കയറി എത്തി കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് സ്ഥലം. ഇത് പഴയ ഗോപാലകൃഷ്ണ ടെമ്പിളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സംഭവം കണ്ടോ? ഇത് പണ്ട് കാലത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒരു ഹോളുണ്ട്. ഇതാണ്ടാ ഹോളിലൂടെയാണ്. ഇത് പണ്ട് കാലത്ത് ഈ ധാന്യങ്ങളും അതുപോലെ അരി, ഗോതമ്പ്, ചോളം, പിന്നെ ഇത് നെയ്യ്, വെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണിത്. അതായത് മഴയത്ത് നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയത്. ഈ നടുവിൽ കാണുന്ന ഹോളിലൂടെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് ഇത് കവർ ചെയ്യും. കേടുകൂടാതെ ഇതിൻ്റെ ഉള്ളിലിരിക്കും. മധുഗിരി എന്നുള്ളതിൻ്റെ ശരിക്ക് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു, നമ്മുടെ ഹണി, തേൻ. ഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹില്ല്, കുന്ന്. അങ്ങനെയാണ് മധുഗിരി എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് പണ്ട് കാലത്തെ ജയിലാണെന്ന് ആണ് ഇവിടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം എന്താ സംഭവം എന്നൊക്കെ. ഫുള്ള് ഇരുടാണ്. കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ ഉള്ളിൽ കയറി കണ്ട ജയിലിൻ്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. എത്ര വർഷം മുമ്പുള്ളതാണ്. കോൺക്രീറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള സംഭവമാണ്. നമ്മളതിൻ്റെ മേൽക്കൂരയാണ് സംഭവം. ഇത് ജയിലിൻ്റെ അറയിലേക്കുള്ള എയർ വെൻറ്റ്, പിന്നെ കാറ്റും വെളിച്ചൊക്കെ കിടക്കാനായിട്ട്. ഈ കോട്ട 1670 ഈ കോട്ട നിർമ്മിക്കുന്നത്. രാജ ഹീര ഗൗഡ എന്ന് പറഞ്ഞ രാജാവാണ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നതല്ല, അങ്ങനെ ഒരു രാജാവാണ് ഇതുണ്ടാക്കിയെന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മുടെ പണ്ട് നമ്മൾ സ്കൂളിൽ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള പിന്നെ വിജയനഗര സാമ്രാജ്യം, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, പിന്നെ നമ്മുടെ കേരളം, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു രാജ ഹീര ഗൗഡ. പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് ഈ കോട്ട. പിന്നെ 1756, 1750 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മളെ വിജയനഗര സാമ്രാജ്യം തകർന്നു. അതിനുശേഷം ഈ കോട്ട നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ വാപ്പ ഹൈദരാലി ഇത് കുറേ നാൾ കൊണ്ടു നടന്നു. ഹൈദരാലി ഇത് കീഴടക്കി, യുദ്ധം ചെയ്ത് ഇത് കീഴടക്കി. പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു കുറച്ച് കാലം. ഇതിൻ്റെ ഒരു കുളമൊക്കെ ഉണ്ട് കണ്ടോ? ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലൊരു കുളമുണ്ട്. 8:30 ഇത് ട്രെക്കിങ് തുടങ്ങിയാണ്. 8:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 10:15. ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ കയറിയെത്തുന്നത്.
ഇവിടെ പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ട്രെക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പരമാവധി രാവിലെ വരണം. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി സമയത്ത് ട്രെക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 7:30-8 മണിക്കുള്ളിൽ നമുക്ക് അതിൻ്റെ ടോപ്പിലെത്താം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇങ്ങോട്ട് വരുന്നവർ, ഇത് ട്രെക്ക് ചെയ്യാൻ വരുന്ന പരമാവധി ഉണ്ടെങ്കിൽ.